നീരജയുടെ നെഞ്ചിടിപ്പ് ഉയർന്നു. കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേൾക്കാൻ പോകുന്നു എന്നൊരു തോന്നല്. നീരജ ശ്വാസം വലിച്ചു വിട്ടു. ഞാനടക്കം കുടുംബത്തിലുള്ള എല്ലാവരും അവനെ നിർബന്ധിച്ചിരുന്നു വരലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ. അത് മോളോട് അനിഷ്ടണ്ടായിട്ടല്ല. വിവാഹത്തിന് മുന്നേ നിറവയറുമായി നിൽക്കേണ്ടി വരുന്നത് മകളെ ഓർത്തിട്ടാണ്. അതുപോലുണ്ടാകുന്ന നാണക്കേട് ഭയന്നിട്ടാണ്. അന്നൊക്കെ മോളെ മാത്രം മതിയെന്ന് വാശി പിടിച്ചവനവൻ. എൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും വീട്ടുകാർ വന്ന് സംസാരിച്ചപ്പോഴും ധൈര്യത്തോടെ മോളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞവനവൻ. മോളെ തന്നെ കല്യാണം കഴിക്കാൻ അവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിരുന്നെന്ന് മോൾക്ക് അറിയോ? ചതിക്കാനാണെങ്കിൽ അവൻ അത്ര പാടുപെടേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇപ്പം തന്നെ 10-25 വർഷത്തോളമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇതുവരെ ഇവര് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല. മീനാക്ഷമ്മയുടെ വെളിപ്പെടുത്തലിൽ നീരജ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. വരലക്ഷ്മിക്ക് തൊലി ഉരിയുന്നത് പോലെ തോന്നി. നീരജയ്ക്ക് മുന്നിൽ തൻ്റെയും മഹിയുടെയും ദാമ്പത്യം പരാജയമാണെന്ന് മീനാക്ഷമ്മ തുറന്നു പറഞ്ഞത് വരലക്ഷ്മിക്ക് ഒരു നാണക്കേടായി തോന്നി. നീരജയ്ക്ക് മുന്നിൽ ഒന്നുമല്ലാതായി പോയതുപോലെ തോന്നിയവർക്ക്. അതുകൊണ്ട് തന്നെ നീരജയ്ക്ക് മുഖം കൊടുക്കാതെ അവർ തലതായിട്ട് നിന്നു. എൻ്റെ മോനെ അറിയില്ലായിരുന്നു നിന്റെ വയറ്റിൽ അവൻ്റെ കുഞ്ഞുണ്ടെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ നിന്നെ ഉപേക്ഷിക്കില്ലായിരുന്നു മോളെ. നീ വിശ്വസിക്കണം. ഇനിയും അവനൊരു ചതിയനായി കാണരുത്. മീനാക്ഷിയമ്മ അപേക്ഷ പോലെ പറഞ്ഞു. മധുവിനെ നിനക്കറിയില്ലേ? അവളുടെ കാര്യം സാധിക്കാൻ എന്തും ചെയ്യും അവള്. അവള് അവളുടെ വിവാഹം മുടങ്ങുമെന്ന് അറിഞ്ഞു വെച്ചിട്ട് മോളെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മോള് ഗർഭിണിയാണെന്നോ ഇവരെ കാണാൻ വന്നിരുന്നെന്നോ മധുവും വിഷനും ഞങ്ങളോടോ മഹിയോടോ പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു വിവാഹത്തിന് ഞങ്ങൾ അവനെ തള്ളി വിടില്ലായിരുന്നു. മീനാക്ഷിയമ്മയുടെ വാക്കുകൾ കേൾക്കെ രണ്ട് മനസ്സുകൾ പുകഞ്ഞുകൊണ്ടേയിരുന്നു. ജീവന തുല്യം പ്രണയിച്ചവനെ തെറ്റിദ്ധരിച്ചു തോർത്ത് നീരജയുടെ മനസ്സ് കലങ്ങി മറിയുന്ന അതേസമയം വരലക്ഷ്മിയുടെ ഉള്ളം മീനാക്ഷിയമ്മയുടെ വാക്കുകളിൽ നീറി പുകയുകയായിരുന്നു. ഇന്നുവരെ ഒരു മരുമകളായി വരലക്ഷ്മി നിന്നിട്ടില്ല. ഒരു മകളെപ്പോലെ മഹിയുടെ അമ്മയെ സ്വന്തമായി കണ്ടാണ് ഇത്രയും കാലം ജീവിച്ചത്. ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയപ്പോഴും മീനാക്ഷിയമ്മയെ വരലക്ഷ്മി നന്നായി തന്നെ പരിപാലിച്ചത്. എന്നിട്ട് താനുമായുള്ള മഹിയുടെ വിവാഹം ഒരബദ്ധമായി കാണുന്നത് ഓർക്കുമ്പോൾ വരലക്ഷ്മിക്ക് സങ്കടം തോന്നി. അതിലൊരു ദേഷ്യം തോന്നി. ഞാൻ പറഞ്ഞത് സത്യമോളെ. അതുകൊണ്ടല്ലേ ഈ വിഷുവിനൊരു അക്ഷരം പോലും എതിർത്ത് പറയാതെ ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കുന്നത്. മഹി തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പെങ്ങളുടെ ജീവിതം ഭദ്രമാക്കാൻ സ്നേഹിച്ച പെണ്ണിനെ മറന്നു. മധു കരഞ്ഞു പറഞ്ഞപ്പോൾ അവൻ അവൻ്റെ ജീവിതം തന്നെ അവൾക്ക് കൊടുത്തു. അത് തെറ്റ് തന്നെയാ. ആ തെറ്റ് മോളും ചെയ്തിട്ടില്ലേ? മധുവിൻ്റെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ മൗനാനുവാദം മോളും കൊടുത്തില്ലേ? ഒഴിഞ്ഞു മാറിയില്ലേ? മഹി ചെയ്തത് തെറ്റാണെങ്കിൽ മോള് ചെയ്തത് തെറ്റ് തന്നെയല്ലേ? ആ ഒരു തെറ്റല്ലാതെ അവൻ മോൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. അവനറിയില്ലായിരുന്നു മോളെ. അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ആയി തീരില്ലായിരുന്നു. അവർ സങ്കടത്തോടെ പറഞ്ഞു. നീരജയ്ക്ക് തലചുറ്റും പോലെ തോന്നി. ഇത്രയും കാലം താൻ ധരിച്ചു വെച്ചിരുന്നതൊക്കെ തെറ്റായെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിപ്പോയി അവർക്ക്. മനസ്സിൽ കൊടും വഞ്ചകനെന്ന് മുദ്ര കുത്തി ആ മുഖത്തേക്ക് നോക്കാൻ നീരജയ്ക്ക് ശക്തിയില്ലാത്തതുപോലെ. ഒരിക്കൽ ജീവന തുല്യം പ്രണയിച്ചവൻ, അതിനേക്കാൾ 1000 ഇരട്ടി വെറുക്കപ്പെട്ടവൻ. അയാൾ കൺമുന്നിൽ നിൽക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. നരേന്ദ്രനുമായി അടുപ്പത്തിലായിരുന്നുവെങ്കിൽ നീരജ എത്രത്തോളം പതറിപ്പോകില്ലായിരുന്നു. നരേന്ദ്രൻ എന്ന ഭർത്താവിനോടുള്ള അടങ്ങാത്ത സ്നേഹം മഹിയിൽ നിന്നും അവൻ അകറ്റി നിർത്തിയേനെ. എന്നാൽ നരേന്ദ്രൻ എന്ന മനുഷ്യന്റെ ചതി കാരണം നീരജ അയാളെ വെറുത്തു പോയിരുന്നു. ഒരിക്കലും ഒരു ദാമ്പത്യ ജീവിതം കൊതിച്ചല്ല നരേന്ദ്രന്റെ കൈ പിടിച്ചത്. മീരയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛൻ, അവളെ സ്നേഹിക്കാനും അവൾക്ക് സ്നേഹിക്കാനും ഒരാണ്. അതിന് പൂർണ്ണ സമ്മതമാണെന്നും മോൾക്കൊരു കുറവുണ്ടാകില്ലെന്നുള്ള മോഹന വാഗ്ദാനങ്ങളിൽ അവർ വീണുപോയി. ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകൾ ചെയ്തു കൂട്ടിയ ദുഷ്ടനാണ് അയാൾ. അതും അവർ നൊന്തു പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ മകളോട്. അതിന് പൊറുക്കാൻ നീരജ തയ്യാറല്ല. മീരയായിരുന്നവർക്ക് എല്ലാം. വിവാഹം കഴിഞ്ഞ നരേന്ദ്രൻ നീരജയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച് പറ്റിയത് തന്നെ മീരയിലൂടെയാണ്. താൻ അന്ധമായി സ്നേഹിച്ചിരുന്നത് ഇത്തരം ഒരു മനുഷ്യനെയാണെന്ന് ഓർക്കുമ്പോൾ നീരജയ്ക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നീരജയെ അയാൾ സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെയാണ്. മഹി നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് നീരജയ്ക്ക് അറിയില്ലായിരുന്നു. മീനാക്ഷിയമ്മയ്ക്ക് എന്ത് മറുപടി കൊടുക്കണമെന്നോ മഹിയോട് എങ്ങനെ പെരുമാറണമെന്നോ ഒന്നും നീരജയ്ക്ക് ഒരു പിടിയില്ലായിരുന്നു. പക്ഷെ ആ നിമിഷം മഹിയെ നോക്കുമ്പോഴൊന്നും ഒരിക്കൽ പോലും നരേന്ദ്രൻ്റെ മുഖം അവർ ഓർത്തില്ല. മഹിയുടെ നോട്ടം മുഴുവൻ നീരജ എന്ന ആ ഒരാളിൽ മാത്രമായിരുന്നു. വരലക്ഷ്മിക്ക് അത് കാണുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഇങ്ങനെയൊരു രംഗം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഈ ജന്മം കരുതിയതല്ല.
അതുകൊണ്ട് തന്നെ വരലക്ഷ്മിക്ക് അത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. പ്രതികരിക്കാൻ മനസ്സ് പൊങ്ങി. പക്ഷെ ന്യായം അവരുടെ പക്ഷത്തായതുകൊണ്ട്, ആരും കൂടെ നിൽക്കുന്നില്ലെന്ന ബോധമുള്ളത് കൊണ്ട് അവർ സ്വയം നിയന്ത്രിച്ചു നിന്നു. നീരജയ്ക്ക് മേൽ പതിയുന്ന മഹിയുടെ ഓരോ നോട്ടവും വരലക്ഷ്മിയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. അത് നീരജയോടുള്ള വെറുപ്പും ദേഷ്യമായി മാറിക്കൊണ്ടിരുന്നു. അമ്മേ, അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? ഇനിയും ഇനിയും വിശ്വാസമായില്ലേ? മീര ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഒരു പൊട്ടിക്കരച്ചിലൂടെ നീരജ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. പിന്നാലെ പോകാൻ മഹിയുടെ മനസ്സ് കൊതിച്ചെങ്കിലും അതിനുള്ള അവകാശം തനിക്കില്ല എന്ന ബോധത്തിൽ അവിടെ തന്നെ നിന്നു. എന്നെ അടിച്ചടക്കി വിട്ടിട്ട് മതിയായി നമ്മെ ഇതൊക്കെ. ഒന്നുമില്ലെങ്കിലും ഈ കൈ കൊണ്ട് ഒരുപാട് വെച്ച് വിളമ്പി തന്നിട്ടുള്ളതല്ലേ, അതെങ്കിലും ഓർക്കായിരുന്നു. വേറെ ആരോടും ഒന്നും മിണ്ടാൻ നിൽക്കാതെ മീനാക്ഷിയമ്മയോട് അത്രയും പറഞ്ഞ് നീരജയ്ക്ക് പിന്നാലെ വരലക്ഷ്മിയും ഇറങ്ങിപ്പോയി. വരലക്ഷ്മി പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോഴേക്കും നീരജ പോയി കഴിഞ്ഞിരുന്നു. പിന്നെ അവിടെ ഒരു നിമിഷം പോലും നിൽക്കാതെ വരലക്ഷ്മി നേരെ വീട്ടിലേക്ക് പോയി. ശ്രീ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ഒരു വശത്ത് നിൽപ്പുണ്ടായിരുന്നു. അതോടുകൂടി നീരജക്കൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന് അവൻ ഉറപ്പായി. നീരജ എത്രയൊക്കെ തെറ്റ് ചെയ്താലും മീരക്കോ മഹിക്കോ അവർ വെറുക്കാനോ മറക്കാനോ കഴിയില്ലെന്ന് അവൻ തോന്നിത്തുടങ്ങി. അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ റിങ് ചെയ്യുന്ന ഫോണുമായി അവൻ തിരിഞ്ഞു നടന്നു. നീരജ നേരെ പോയത് വീട്ടിലേക്കാണ്. വീട്ടിൽ കയറി ഡോറ് ലോക്ക് ചെയ്ത് വെറും നിലത്തിരുന്ന് നീരജ പൊട്ടിക്കരഞ്ഞു. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും കാലം ചിന്തിച്ചു കൂട്ടിയതൊക്കെ തൻ്റെ വെറും തെറ്റിദ്ധാരണകളായിരുന്നു. അല്ലെങ്കിൽ തന്നെ താൻ ചിന്തിക്കണമായിരുന്നു. മഹിയേട്ടനെ മറക്കണമെന്നും വരലക്ഷ്മിക്ക് വിട്ടുകൊടുത്ത് അവളുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് തൻ്റെ കാല് പിടിച്ചവളാണ് മധു. ആത്മഹത്യ ഭീഷണി വരെ മുഴക്കി. ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അവൾക്ക് ആവുന്ന പോലെയൊക്കെ അവൾ ഓരോന്ന് കാണിച്ചു കൂട്ടി. പെട്ടെന്ന് താൻ ഗർഭിണിയാണെന്നും മഹിയേട്ടനെ വേണമെന്നും പറഞ്ഞ് കയറി ചെന്നാലും സ്വാഭാവികമായും അവൾ ദേഷ്യപ്പെടേണ്ടതാണ്. അതൊന്നും ഉണ്ടായില്ല. പകരം സ്നേഹത്തോടെയാണ് പെരുമാറിയത്. മധുവിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവൾ പൊട്ടിത്തെറിക്കേണ്ടതാണ്. ഇപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നീരജയ്ക്കെല്ലാം വ്യക്തമാവുന്നുണ്ട്. അവർക്ക് ഉറക്കെ കരയാൻ തോന്നി. മഹിയോളം ഒന്നിനെയും ആരെയും സ്നേഹിച്ചിട്ടില്ല. അത്രത്തോളം സ്നേഹിച്ചിട്ടും ചതിക്കപ്പെട്ടു എന്ന ധാരണയിൽ നിന്നാണ് മഹിയോട് നീരജയ്ക്ക് വൈരാഗ്യമുണ്ടായത്. ഇന്നതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണെന്ന് അറിയുമ്പോൾ നീരജയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നഷ്ടങ്ങൾ തുലാസിലിട്ട് നോക്കാൻ നിന്നാൽ മഹിയുടെ തട്ട് തന്നെയായിരിക്കും താന്നിരിക്കുക. മഹി ചതിച്ചെന്ന ചിന്തയിൽ മകൾക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു വിവാഹം കഴിച്ചു. പിന്നീട് അയാളെ സ്നേഹിച്ചു, അയാൾക്കൊപ്പം ജീവിച്ചു, അയാളുടെ കുഞ്ഞിന് ജന്മം കൊടുത്തു. അയാൾക്കൊപ്പം ഇത്രയും കാലം സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. എന്നാൽ മഹിയോ ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കാൻ കഴിയാതെ, ഇഷ്ടമല്ലാത്തൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവരെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ കഴിയാതെ ഇത്രയും വർഷങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. ആർക്കു വേണ്ടിയാണോ സ്വന്തം ജീവിതം തുലച്ചു കളഞ്ഞത്? അവൾ ചെയ്ത കൊടുംചതി അറിയാതെ, തനിക്കൊരു മകളുണ്ടെന്ന് അറിയാതെ നീണ്ട 25 വർഷങ്ങൾ. നീരജയ്ക്ക് സങ്കടം തോന്നി. മഹിയെ മറക്കാനും നരേന്ദ്രനെ സ്നേഹിച്ച് അയാൾക്കൊപ്പം ജീവിക്കാനും നീരജയ്ക്ക് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ ആദ്യ മാസങ്ങളിൽ തന്നെ നരേന്ദ്രൻ്റെ കുഞ്ഞിനെ നീരജ വയറ്റിൽ ചുമന്നിരുന്നു. ആ സ്ഥാനത്ത് മഹിയോ ഒരു ദാമ്പത്യ സുഖം വേണ്ടെന്ന് വെച്ച് താലി കെട്ടിയവളെ സ്നേഹിക്കാൻ കഴിയാതെ നീരജയെ മനസ്സിൽ വെച്ച് ജീവിച്ചു. നീരജയ്ക്ക് ഓർക്കുമ്പോൾ സങ്കടം സഹിക്കുന്നില്ല. നരേന്ദ്രൻ എന്ന വ്യക്തിയെ തന്നെ നീരജ മറന്നിരിക്കുന്നു. നീരജയുടെ ചിന്ത അത്രയും മഹിയെക്കുറിച്ചായിരുന്നു. മഹിയുടെ സ്നേഹത്തിൻ്റെ ആഴം നീരജ തിരിച്ചറിയുകയായിരുന്നു. തന്നെ മറക്കാൻ കഴിയാത്ത ഒറ്റ കാരണം കൊണ്ടാണ് വരലക്ഷ്മി ഇന്നും മഹിയുടെ പേരിനൊരു ഭാര്യയായി ജീവിക്കുന്നതെന്ന് തോർക്കി അവരുടെ ഉള്ളം നേറി. മീരയെയും നിളയെയും നരേന്ദ്രനെയും ഒക്കെ നീരജ അന്നേരം മറന്നു. നീരജയുടെ ചിന്തകളെ ഇപ്പോൾ ഭരിക്കുന്നത് മഹി മാത്രമാണ്. വരലക്ഷ്മി വീട്ടിലെത്തിയ ഉടനെ മുറിയിൽ കയറി വാതിലടച്ചു. അവർക്ക് വല്ലാത്ത അമർഷം തോന്നി. ഇത്രയും കാലം മീനാക്ഷിയമ്മക്കൊപ്പം നിന്നവളാണ്. സ്വന്തം അച്ഛനും അമ്മക്കും ഒപ്പം നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെയായിരുന്നു. മഹിയിലേക്കുള്ള ദൂരം കുറയാൻ മഹിയേക്കാൾ കൂടുതൽ പരിചരിച്ചത് മഹിയുടെ അമ്മയെയാണ്. ഒടുക്കം കിട്ടുന്നത് മുഴുവൻ നന്ദികേടും. കൂടെ നിന്നതും പരിചരിച്ചതും വരലക്ഷ്മിയാണെങ്കിൽ കൂറു മുഴുവൻ നീരജയോടാണുള്ളത്. വരലക്ഷ്മിയുടെ നീരസം കൂട്ടി. ഇപ്പോഴും വരലക്ഷ്മിയും മഹിയും തമ്മിൽ നടന്ന വിവാഹം ഒരു തെറ്റാണെന്ന് വിശ്വസിക്കുന്ന മഹിയുടെ അമ്മയോട് ഇത്ര നാളുമില്ലാത്തൊരു വെറുപ്പ് തോന്നിയവർക്ക്. എല്ലാത്തിലും ഉപരി നീരജയുടെ തെറ്റിദ്ധാരണ മാറ്റി അവർക്കൊന്നിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാണ് വരലക്ഷ്മിക്ക് സഹിക്കാൻ കഴിയാത്തത്. തെറ്റിദ്ധാരണകളൊക്കെ മാറിയ സ്ഥിതിക്ക് അവർ വീണ്ടും ഒന്നിക്കുമോ എന്നൊരു ഭയം വരലക്ഷ്മിയെ പിടികൂടി. എന്തൊക്കെ സംഭവിച്ചാലും മഹിയെ വിട്ടുകൊടുക്കില്ലെന്ന് വരലക്ഷ്മി മനസ്സിലുറപ്പിച്ചു. മഹി നിയമപരമായി വിവാഹം ചെയ്തത് തന്നെയാണ്. അത് അത്ര പെട്ടെന്ന് വേർപ്പെടുത്താൻ സമ്മതിക്കില്ലെന്ന് വരലക്ഷ്മി ഉറപ്പിച്ചിരുന്നു. അല്ലെങ്കിൽ തന്നെ നീരജ മറ്റൊരാളുടെ ഭാര്യയാണ്, അയാൾക്കൊപ്പം ജീവിച്ചവളാണ്. ഇനി മഹിയിലേക്കൊരു തിരിച്ചുവരവ് അനുവദിക്കില്ലെന്ന തീരുമാനത്തിലായിരുന്നു വരലക്ഷ്മി.
വരലക്ഷ്മി വാതിലടച്ച് മുറിയിൽ കയറിയത് മുതൽ മധു ആ വാതിൽക്കൽ ചുറ്റിത്തിരിയുകയാണ്. വരലക്ഷ്മിയുടെ വരവിൽ നിന്ന് തന്നെ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മധു ഊഹിച്ചു. പക്ഷേ കാര്യം അറിയാതെ അവർക്കൊരു സമാധാനമല്ല. അതുകൊണ്ട് കുറേ നേരം അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞു നിന്നു. കുറേ നേരം അങ്ങനെ നിന്നെങ്കിലും ഒന്നും കണ്ടെത്താൻ മധുവിന് കഴിഞ്ഞില്ല. രാവിലെ ഓരോരുത്തരായി ധൃതിയിൽ പോകുന്നത് കണ്ടു. മീരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നാണ് മധു കരുതിയത്. വിശ്വനെ പലതവണ വിളിച്ചു നോക്കിയെങ്കിലും വിശ്വൻ അറ്റൻഡ് ചെയ്തില്ല. ധ്രുവനെ വിളിച്ചപ്പോൾ കൃത്യമായ ഒരു മറുപടി കൊടുക്കാതെ അവൻ ഫോൺ വെച്ചിട്ട് പോയി. പ്രതീക്ഷ വാർത്ത കേൾക്കാൻ വേണ്ടിയുള്ള വെപ്രാളം അവൾ ഓരോ പ്രവൃത്തിയിലുമുണ്ട്. വരലക്ഷ്മിയുടെ പെരുമാറ്റത്തിൽ നിന്ന് വേറൊന്നും ഗ്രഹിച്ചെടുക്കാൻ മധുവിന് കഴിഞ്ഞില്ല. വരലക്ഷ്മി വാതിൽ തുറക്കാതെ വന്നപ്പോൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി മധു അവിടുന്ന് പോയി. സ്വന്തം മുറിയിൽ പോയിരുന്ന് ദിയയെ ഒന്ന് വിളിച്ചു നോക്കി. നയത്തിൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ദിയ നടന്നതൊക്കെ വിസ്തരിച്ചു. കേട്ട് കഴിഞ്ഞപ്പോൾ മധുവിന് ദേഷ്യമാണ് തോന്നിയത്. മീരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് ഓർത്ത് അവരൊത്തിരി പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ ഇല്ലാതായതിന് നീരസത്തിനൊപ്പം നീരജയുടെ തെറ്റിദ്ധാരണ മാറിയെന്ന വാർത്തയും. ദിയയ്ക്ക് വിഷമം വരലക്ഷ്മിയെ ഓർത്താണ്. തെറ്റ് വരലക്ഷ്മിയുടെ ഭാഗത്താണെങ്കിലും വരലക്ഷ്മിയുടെ അവസ്ഥയിൽ അവൾക്ക് സങ്കടം തോന്നി. ആ സങ്കടം അമ്മയുമായി അവൾ പങ്കുവെക്കുകയും ചെയ്തു. അതിനൊന്നും മിണ്ടാതെ അത് ഫോണ് വെച്ചിട്ട് പോയി. ഒരു കാലത്ത് ഏറ്റവും അടുത്ത കൂട്ടുകാരിയായി കണ്ടിരുന്നവളെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹി നീരജ കൂടിച്ചേരൽ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അവർ കുടുംബമായി ഇവിടെ കഴിയുന്നത് മധുവിന് കണ്ടു നിൽക്കാൻ വയ്യ. അതെങ്ങനെ തടയണമെന്നായിരുന്നു മധുവിൻ്റെ ചിന്ത മുഴുവൻ. ഉച്ചയോടെ മീരയെ ഡിസ്ചാർജ് ചെയ്തു. നീരജ